വിനോദേടാ, വാടക കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തോമസ് ഏട്ടൻ വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച കൊടുക്ക. പൈസ ഒന്നും റെഡി ആയിട്ടില്ല. പിന്നെ അമ്മേന്റെ മരുന്നും തീരാറായിട്ടുണ്ട്. ആ ഹലോ. ഹലോ, എന്തായി? ഒരുപാട് കഷ്ടപ്പെട്ടാ ഒന്നിനും ഒപ്പിക്കാൻ. കാണാൻ എങ്ങനെ? ചരക്കാണോ? ഒന്നും പറയാനുള്ള ഒരാട്ടാറായിട്ടാ. നിന്നെ കൂടെ താങ്ങിയാ മതി. അതൊക്കെ അതായിക്കോളാം. റേറ്റ് നമ്മള് പറഞ്ഞേക്കൂലേ? എടാ അതൊക്കെ ഓക്കെയാണ്. ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നീ നോക്കിയേ. നാളെ രാത്രിക്കാ പറഞ്ഞിട്ടുള്ളത്. സ്ഥലം ഞാൻ പിന്നീട് വിളിച്ചു പറയാം. ഓക്കേടാ. പറടാ. എടാ ഞാൻ ആദ്യം പറഞ്ഞ സിറ്റി ലോഡ്ജില്ലേ, അവിടെ സേഫ് അല്ല. റെയിൽവേന്റെ അടുത്തുള്ള ലോഡ്ജില്ലേ, അവിടെ റൂം റെഡി ഒക്കെ ഉണ്ട്. 116. ഓക്കെ ഓക്കെ. രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെല്ല്. ആളവിടെ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കോ? നീ വളരെ കമ്പനി. രണ്ടാളും കൂടെ. ഇതെന്താ ഇംഗ്ലീഷ് പോടാ ഓടാ. അല്ല സംഗതിയൊക്കെ അറിയാലോ. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? നെറ്റില്. ആ കാര്യത്തിൽ ഈ ഡിപ്ലോമയാണല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ, താങ്ക്സ്. എന്താ നിക്കണേ? ഇരിക്ക്. വല്ലാത്ത നാണക്കാരനാണല്ലോ. പരിചയക്കുറവുണ്ട് ഭയങ്കരായിട്ട്. കന്യകനാണല്ലേ? നീയോ? ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. തിരക്ക് പിടിച്ച ഒന്നും നടക്കില്ല. ഇതെന്റെ ജോലിയല്ലേ, ഞാനിത് ഭംഗിയായിട്ട് ചെയ്തുതരാം. ഞാനൊന്ന് തൊട്ടോട്ടെ? പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നതാ? ആദ്യമായിട്ടാന്ന് നുണ പറഞ്ഞതല്ലേ? പക്ഷെ തോന്നില്ല. നിന്നെ എനിക്കിഷ്ടായി. ആള് സൂപ്പറാ. വേണ്ടായിരുന്നു തോന്നുക.
ഒരിക്കലും വേണ്ടായിരുന്നു തോന്നും. ഇനി ഞാൻ പറയുന്നോടെ കേട്ടാ. എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നാറില്ല. എന്നാൽ എന്തോ നിന്നെ എനിക്കിഷ്ടായി. വേണമെങ്കിൽ നിന്നോട് എനിക്ക് പറയാതിരിക്കാം. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് നീ എന്നിലുണ്ടാക്കിയ ഇഷ്ടം, അതുകൊണ്ട് മാത്രം എന്നോട് ക്ഷമിക്കണം. എനിക്ക് എയ്ഡ്സ് ആണ്. തമാശയല്ല, കാര്യം. എനിക്ക് എയ്ഡ്സ് ആണ്. ഹലോ, ഫോട്ടോ കണ്ടോ? എങ്ങനെയുണ്ട്? അത് ശരിയാവില്ലടാ, അത് ക്യാൻസൽ ചെയ്തേക്ക്. അതിന്റെ കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിതം കളയാൻ ഞാനില്ലടാ. നമുക്കത് വിട്ടുകളെ. ഹലോ അച്ഛാ, വാടക നാളെ തന്നെ കൊടുക്കാം. അമ്മയുടെ മരുന്ന് നാളെ തന്നെ വാങ്ങാം.